നിന്നെ എന്തിനാ അവിടെ ഇന്നലെ വീട്ടിൽ കൊണ്ടേ വിട്ടത്? നീ എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കാതെ കാര്യം പറയടി പെണ്ണെ. നീ പറഞ്ഞോ വിടാൻ? അമ്മയുടെ മോനൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി. എന്താ കാര്യം? അമ്മയുടെ മോനെ എന്നിപ്പോ പേടിയാ. പേടിയോ? അവനോ? അതെന്തിനാ? അതൊക്കെ മോനോട് തന്നെ ചോദിച്ചാ മതി. അത് മാത്രല്ല, വേറെ ഉണ്ട് കാര്യം. ഒന്ന് തെളിച്ചു പറ ബേട്ടി. എല്ലാം ഒന്ന് തെളിഞ്ഞു വരാൻ കുറച്ച് സമയം വേണോ അമ്മേ? അതെന്താ അങ്ങനെ? അമ്മയുടെ മോന്റെ മനസ്സിലിപ്പോ പേടിയല്ലാതെ കുറച്ച് കുശുമ്പും കുന്നായ്മയും കൂടി കൂടിയിട്ടുണ്ട്. അതാ എന്നെ കൊണ്ട് വിട്ടത്. വാട് കുശുമ്പും കുന്നായ്മയും? അതമ്മ അമ്മയുടെ ഹിറ്റ്ലർ മോനോട് തന്നെ ചോദിക്കും. വാട്ട് പേടി? പേടിയുണ്ടായ ഹസ്ബൻഡ് വൈഫിനെ വീട്ടിൽ കൊണ്ടുവിടുവോ? ഏട്ടാ, ഈ വന്നിരിക്കുന്ന ആരാന്ന് നോക്കിയേ. അങ്കിൾ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേള്ളൂ ഏട്ടാ. വന്നപ്പോഴേ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ജ്യോതിയെ പോലെ തന്നെ അങ്കിളും സൂപ്പറാ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ. കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അങ്കിളിന് ഒരു ടെൻഷനും വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോൻ ക്ഷമിക്കണം, ഞാനത് സംസാരിക്കാനല്ല വന്നത്. പ്രിയമോളുടെ കല്യാണത്തിനന്ന് ജ്യോതിമോളെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഞാൻ മോന് വാക്ക് തന്നല്ലേ. പിന്നെ എന്താ ഇന്നലെ സംഭവിച്ചത്? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് പ്രിയയുടെ കല്യാണം. അവരുടെ രണ്ടുപേരുടെയും ജീവിതം എനിക്കൊരുപോലെയല്ലേ മോനെ? ഞാൻ പറഞ്ഞല്ലോ അങ്കിളെ, ഇന്നലെ നടന്നതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ദേവി, ഇത് അങ്കിൾ എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കരുത്. മോനങ്ങനെ പറയാം, പക്ഷെ ഒരു അച്ഛന്റെ മനസ്സ് മോനറിയില്ല. കല്യാണം വരെ ജ്യോതിമോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇനി അവളെ തിരിച്ചു വിളിക്കാൻ മോൻ വരില്ല എന്ന്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ മോന്റെ അനിയൻ വന്ന് അവളെ തിരിച്ചുകൊണ്ടുപോയി. കാര്യം എന്താണെന്ന് ഞാൻ ജ്യോതിമോളോട് ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല. മോന്റെ അനിയൻ അവിടെ വന്നത് ആകെ വെപ്രളപ്പെട്ടിട്ടാ. അതും കൂടി കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു വല്ലായിക. അതുകൊണ്ടാ ഞാൻ മോനെ കാണാൻ വന്നത്. അവളെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് മോന് വാക്ക് തന്നതൊക്കെ ശരിയാ, പക്ഷെ ഒരു അച്ഛന്റെ ധർമ്മസങ്കടം കൊണ്ട് ചോദിക്കുക. ജ്യോതിമോളുടെ കാര്യത്തിൽ മോനെടുത്ത തീരുമാനത്തിലൊരു മാറ്റം? എടുത്ത തീരുമാനങ്ങളൊന്നും മാറ്റുന്ന ശീലം എനിക്കില്ല. അതിനെക്കുറിച്ച് ഇനി അങ്കിള് സംസാരിക്കാൻ വേണ്ട. നമുക്ക് ഈ കല്യാണം ഗംഭീരമാക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കാം. പേടിക്കണ്ടെങ്കിൽ കല്യാണം ഗംഭീരമാവും. എല്ലാം സന്തോഷമായിട്ട് തന്നെ നടക്കും. സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല മോനെ. പക്ഷേ മോന് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. പ്രിയമോളുടെ കല്യാണം കഴിയുന്ന അന്ന് തന്നെ ഞാൻ ജ്യോതിമോളെ കൊണ്ടുപോയിക്കൊള്ളാം.
അവിനാഷ്, കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. എടാ, നിങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ആ ഭ്രാന്തനെ എങ്ങനെയെങ്കിലും തിരികെ ഭ്രാന്താശുപത്രി എത്തിച്ചേ പറ്റൂ. അവിനാഷ്, ഞങ്ങൾക്കത് അറിയാനിട്ടല്ല. പക്ഷേ SKയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പോൾ ജ്യോതിക്കാണ്. നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നടപ്പാക്കാൻ പറ്റാത്തതിന് കാരണം ആ ജ്യോതിയ. SK പരിചരിച്ച് ഭേദമാക്കിയ DKയുടെ ജീവിതത്തിലേക്ക് അതൊരു പിടിവള്ളിയാകുമെന്ന അവള് കരുതിയിരിക്കുന്നത്. അവിനാശ് പേടിക്കണ്ട, അതൊക്കെ ഞങ്ങളേറ്റു. എങ്ങനെയായാലും SKയുടെ കാര്യത്തിലുള്ള തീരുമാനം ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. അതെ, ഞാനിതൊന്നും പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും വേണ്ടിയാണ്. പിന്നെ എന്റെ അനിയത്തെ നിങ്ങൾ വിശ്വസിക്കരുത്. അവളിപ്പോ ആ ജ്യോതിയുടെ ആളായി മാറിയിരിക്കുക. സൂക്ഷിക്കണം. എന്ന് പറയുന്ന പരമനാറി എനിക്കിട്ട് തന്ന പണി എന്നെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തോളാം. പക്ഷെ അവരെ തിരികെ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നാളെ അമരാവതിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഹലോ 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 ഗൂഗിൾ കട്ടായി. എടാ ചതിയനായേ, അവിനാശിന്റെ കൂടെ ചേർന്ന് ഈ കുടുംബത്തെ നീ നശിപ്പിക്കാൻ നോക്കുന്നതാ. എന്റെ ധാരണകളെല്ലാം ശരിയാടാ. ഞാനിവിടെ വന്നത് മുതൽ നിന്റെയൊക്കെ ഭാര്യമാരുടെ മുഖത്തൊരു കള്ളത്തരം ഞാൻ കാണുന്നുണ്ട്. നീയൊക്കെ അതിന് കൂട്ടു നിൽക്കല്ലടാ പട്ടി. ഇവിടുത്തെ ചോറ് തിന്നിട്ട് എന്നെ ഭ്രാന്തനാക്കണം നിനക്ക്, അല്ലടാ? കൊല്ലൂടാ നിന്നെ, കൊല്ലൂടാ നിന്നെ. തല്ലുകല്ല, ഇവര് കൊല്ലാ വേണ്ടത്. അവരോട് നീ എന്താ ചെയ്തെന്ന് ഇവൻ എന്നെ തിരിച്ച് ഭ്രാന്താശുപത്രിയിലാക്കണം പോലും. ഇവനെ വെട്ടി തൊട്ടുപോരുത്. ആരാണെന്ന് ഞാൻ നോക്കില്ല. ഒറ്റോരെണ്ണം എന്റെ അടുത്ത് വരരുത്. ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിനക്ക് എന്താ അധികാരം? ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയട്ടാ. ഇവൻ ആ അവിനാശുമായി ചേർന്ന് നമ്മളെ ചതിക്കുക. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നൊന്നും ചെയ്തെന്ന് പറ. ഇവൻ കള്ളത്തരം പറയുക. തിരികെ എന്നെ ഭ്രാന്താശുപത്രിയിലാക്കണമെന്ന് ഇവൻ അവിനാശിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഏട്ടൻ തന്നെ പറ, ഇവന് എന്താ ചെയ്യേണ്ടത്? കൊല്ലട്ടെ ഇവനെ. പറഞ്ഞു തൊട്ടുപോരുത്. ഏട്ടാ, ഇവരെയൊക്കെ ശിക്ഷിക്കാൻ നിനക്കെന്താ അവകാശം? ഇവരൊക്കെ ഞാൻ വളർത്തിയ കുട്ടികളാ. അപ്പോ ഞാൻ ചേട്ടന്റെ ആരുമല്ലേ? നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപോലെയാ. ഇവനൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം. എന്നിട്ട് വേണം ശിക്ഷിക്കാൻ. നീ പറഞ്ഞതുപോലൊരു തെറ്റ് ഇവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അവനെ വിശ്വസിക്കരുത്. ഇവൻ ചതിക്കും. ഇത് SK മനഃപൂർവ്വം ചെയ്യുന്നതാ.
ഞങ്ങൾ ആരും ഇവിടെ താമസിക്കുന്നത് പണ്ടേ ശിവയ്ക്ക് ഇഷ്ടമല്ല. ഗോകുലിനെ ശിവ ആയുധമാക്കുക. കള്ളി, പേരും കള്ളി. നീ ഈ വീട്ടിൽ വന്നതുപോലെ എനിക്കറിയാം. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് മയക്കി സ്വന്തം കാര്യം സാധിക്കുന്ന പേരും കള്ളിയാ നീ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു നീയാ. കേട്ടില്ലടിക്ക്, ഇത് ഭ്രാന്ത. SK തിരിച്ച് ആശുപത്രി കൊണ്ടുപോകുന്നതാ നല്ലത്. മായേ, എന്റെ മോനെ നീ വീണ്ടും ഭ്രാന്തനാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുവിടാൻ ഇവരെല്ലാരും കൂടെ ചേർന്ന് നടത്തിയ പദ്ധതി കേട്ടാ ഇത്. വിശ്വസിക്കരുത്, ഒന്നിനും വിശ്വസിക്കരുത്. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ ഇവർ സത്യം പറയും. ഇവരെല്ലാരും കൂടി ഏട്ടനെ ചതിക്കുക. യഥാർത്ഥത്തിൽ DK ചതിച്ചത് SK യാ. സുപ്രിയന്റിയെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത് SK അല്ലേ? No! ഞാനല്ല, ഞാനത് ചെയ്തിട്ടില്ല. കേട്ടോ വിശ്വസിക്കരുത്. മായ പറഞ്ഞാൽ എന്താ തെറ്റ്? അന്ന് നിന്നോടൊപ്പം വന്നപ്പോഴല്ലേ അപകടം ഉണ്ടായത്? ഇല്ല 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 ഇല്ല, ഞാനല്ല. ദേവ, എന്താടാ നീ ശിവയോട് പറഞ്ഞത്? മനപ്പുറമാണോടാ? അവന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതല്ലേ? എല്ലാവരും കൂടി എന്റെ മോനെ വീണ്ടും പ്രാർത്ഥനയാക്കുകയാണോ? ഞാനല്ല. ശിവ, ശിവ, മോനെ, ശിവ, ശിവ, മോനെ. മോനെ, ഗോകുലേട്ടൻ കാണിച്ചത് വളരെ ചീപ്പായി പോയി. എന്റെ ഏട്ടനാണെങ്കിലും അയാൾ ഈ വീടിനോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത ആളാ. DK ജയിലിൽ കയറ്റം വരെ കൂട്ടി നിന്ന ആളാ. അങ്ങനെയുള്ള ഒരാളുമായി ചേർന്ന് ഈ വീട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്. അനാവശ്യം പറയരുത്. ഞാൻ സംസാരിച്ചതേ നിന്റെ ഏട്ടനുമായിട്ടാണ്. നീ ഉൾപ്പെടെ അയാളെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. ഏട്ടന് നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്റെ കൂടപ്പുറപ്പാണെങ്കിലും ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് തരിക. അയാളെ വിശ്വസിക്കരുത്. അയാളെ ചതിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, ജ്യോതിയുടെ അനിയത്തി പ്രിയെ എന്റെ ഏട്ടൻ ചതിക്കാൻ ശ്രമിച്ചത് എന്റെ ഭ്രാന്താണോ? സൂര്യെ കൊല്ലാൻ ശ്രമിച്ചതും എന്റെ ഭ്രാന്താണോ? അത് കഴിഞ്ഞ് സൂര്യ പുറത്തു കൊണ്ടുപോയി അവളുടെ മുന്നിൽ വെച്ച് പ്രിയെ നശിപ്പിക്കാൻ നോക്കിയതും എന്റെ ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറയുന്നത്? സംഭവിച്ച തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാൻ പോയപ്പോ DK അവിനാഷിനെ ട്രാപ്പിലാക്കി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. നിങ്ങൾ ആരെങ്കിലും അത് എന്തിനാണെന്ന് ചോദിച്ചോ DKയോട്? എന്തിനാ ചോദിക്കുന്നത്? അന്നേരമാണല്ലോ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലായത്. അത് ഏട്ടൻ നിഷേധിച്ചില്ലല്ലോ. അയാൾ അല്ലെങ്കിൽ ഒരു കുറുക്കനാ. ആളുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ അയാൾക്ക് നല്ല പോലെ അറിയാം. നിങ്ങൾ അതിൽ വീണു. നിർത്തണേ എന്നെ പ്രസംഗം. വേണ്ട, ചിത്രയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളിങ്ങനെ തന്നെ പറയൂന്ന് അവിനാശ് അപ്പോഴേ പറഞ്ഞതാ. സൂര്യയും ജ്യോതിയും ചേർന്നവളെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇവളെ എന്ത് ചെയ്യണമെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്കല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ല. പറഞ്ഞേക്കാം. സൂര്യ പോലൊരു പൊട്ടി പെണ്ണല്ല ഞാൻ.
എനിക്കെതിരെ നിങ്ങൾ ഒരു ചെറു വിരൽ അനയ്ക്കുക, ഗാർഹിക പീഡനത്തിന് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. ഈ നാട്ടിൽ നിയമവും പോലീസും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാവും. വാവ്, ഗംഭീരം നിന്റെ പ്രസംഗം. എല്ലാവരെയും കുറ്റപ്പെടുത്തി സ്വയം പുണ്യവതിയാകാനുള്ള നിന്റെ കഴിവ് അപാരം തന്നെ. സ്വന്തം ഭർത്താവിന് കോടതി കയറ്റുമെന്ന് പറയാനുള്ള നിന്റെ ആർജവം സൂപ്പർ. ഇവളിപ്പോ വലിയ ഫെമിനിസ്റ്റ് അല്ലേ? ഇത്രയും നേരം എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയത് മുഴുവൻ കേട്ട് ഞാൻ മിണ്ടാതെ നിന്നത് ഞാനൊരു പൊട്ടിയായതുകൊണ്ടല്ല, നീ ഏതറ്റം വരെ പോന്ന് അറിയാൻ വേണ്ടി തന്നെയാ. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം എല്ലാത്തിനും കൂട്ടു നിന്നവളാ നീ. ആ സൈക്കോ ശിവ കൊല്ലാൻ ശ്രമിച്ചത് എന്റെ ഗോകുലിനെയാ. അത് ചിലപ്പോ നിനക്ക് നോവില്ലായിരിക്കും, പക്ഷെ എനിക്ക് നോവും. അതിന് പകരം ചോദിക്കാൻ ഏത് ചെകുത്താനുമായും ഞങ്ങൾ കൂട്ടുകൂടും. ആ SK ഇവിടുന്ന് ഓടിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതം തല്ലിക്കെടുത്താൻ ഒരു ഭ്രാന്തിനെ അനുവദിക്കണമെന്നാണോ ചിത്ര പറയുന്നത്? ഇതെല്ലാം ജ്യോതിയുടെ ബുദ്ധിയാ. ഇവളീ പറയുന്നതൊക്കെ ജ്യോതിയുടെ വാക്കുകളാ. നമുക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയാലേ അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. DKക്ക് ഇഷ്ടമല്ലെങ്കിലും അവൾക്കിനി അമരാവതിയിൽ നിന്നും തിരിച്ചു പോകാൻ മനസ്സില്ല. അവൾക്കിവിടെ പിടിച്ചു നിൽക്കണം. അതിനുള്ള തന്ത്രം മെനയാൻ അവൾക്ക് കിട്ടിയ ആയുധമാണ് ഇപ്പൊ നീ. വെറുതെ ജ്യോതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജ്യോതിയുടെ സ്തുതി പറഞ്ഞതൊന്നും അല്ല. നമ്മളെല്ലാരും ആദ്യം നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പൊ മനസ്സിലാവും ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയും. ഈ അമരാവതി വീടിന്റെ ചുവരിൽ തൂക്കിയിട്ട് ഭംഗിയുള്ള ചിത്രങ്ങൾ മാത്രമാണ് നമ്മള് ചാരി നിർത്തുന്ന ഈ വീട് തന്നെയാ നമ്മുടെ ബലം. അതിന് വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ തന്നെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും. അത് മറക്കണ്ട. നിക്ക്, നിനക്ക് തെറ്റി ചിത്രേ. നമ്മളാരും ചുവരിലെ ചിത്രങ്ങളല്ല, ഈ വീടിന്റെ ചുവരുകൾ തന്നെയാ. ആ ബലം കൊണ്ട് തന്നെയാ ഈ വീട്ടിൽ ഇപ്പോഴും സമാധാനം പുലരുന്നത്. ഇവരുടെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട വീടാണിത്. അമ്മ പണ്ടൊരിക്കൽ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാളെ സ്നേഹിച്ച് ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയ മകളെക്കുറിച്ച് സങ്കടത്തോടെ പറഞ്ഞ ഒരു കഥ. എന്താണെന്നറിയോ അത്? നിറവയറോടെ പശ്ചാത്താപത്തോടെ ഈ വീടിന്റെ പടി കടന്ന് തിരിച്ചു വന്ന ഇവരുടെ അമ്മ. പക്ഷേ തരിമ്പ് പോലും കരുണ കാണിക്കാതെ അന്ന് അവരെ ആട്ടിയിറക്കി വിട്ടു ഇവിടുന്ന്. നീ ഇപ്പൊ പുകഴ്ത്തി പറഞ്ഞ ഈ അമരാവതി വീടിന്റെ ഗേറ്റിന് പുറത്തേക്ക്. ആരൊക്കെ ചേർന്നാണത് ചെയ്തതെന്നറിയോ? ദൈവങ്ങളെ പോലെ നമ്മൾ കരുതുന്ന അമരാവതിയിലെ പത്മാവതി അമ്മയും DKയും ചേർന്ന്. സത്യമാണ് മായേച്ചി, ഞങ്ങളറിയാത്ത ഇങ്ങനൊരു കഥ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ?